Guten Morgen. Guten Morgen, Renju. നമുക്ക് ബാക്കിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Okay. Okay. Okay, guys, let's start with today's session. ഇന്നത്തെ സെഷനിൽ നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് നോക്കുന്നത്, ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് വേർബ്. നമ്മൾ ഓൾറെഡി മെയിൻ വേർബിൽ ഒരു സോർട്ട് ഓഫ് വേർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ട്രെൻബാര വേർബ് എന്നുള്ളത് അല്ലെ. ട്രെൻബാര വേർബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സെപ്പറബിൾ വേർബ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രെൻബാര വേർബ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് എ മെയിൻ വേർബ് എന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡിഫറെന്റ് സോർട്ട് ഓഫ് മെയിൻ വേർബ് ആണ്, ദാറ്റ് ഇസ് റിഫ്ലെക്സീവ് വേർബൻ. റിഫ്ലെക്സീവ് വേർബൻ നമ്മൾ ഓൾറെഡി റിഫ്ലെക്സീവ് വേർബൻ ഒന്ന് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് എന്നുള്ളതിൽ നമ്മൾ എന്തായിരുന്നു പറയുന്നത്, ഇതിൽ നമുക്കറിയാം ഫോർസ്റ്റലൻ എന്നുള്ളതാണ് ആ സെന്റൻസിലെ വേർബ്. ആൻഡ് ദിഷ് എന്താണ് എന്നുള്ള ഇതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല. സോ ദിഷ് എന്നുള്ളത് ആൻഡ് ഈ ഫോർസ്റ്റലൻ, ഈ ഒരു കോംബോ, ഇങ്ങനെയുള്ള വേർബ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലെക്സീവ് വേർബൻ. ഈ റിഫ്ലെക്സീവ് വേർബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളൊരു കാര്യം സ്വയം ചെയ്യുക, ഓക്കെ, ഒരു ആക്ഷൻ സ്വയം ചെയ്യുന്ന ഈ ആക്ഷൻസിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, റിഫ്ലെക്സീവ് വേർബൻ. ഫോർ എക്സാമ്പിൾ ദിഷ് ഫോർസ്റ്റലൻ തന്നെ എടുക്കുക. ടു ഇൻട്രൊഡ്യൂസ് എന്നുള്ളതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് അല്ലെങ്കിൽ ടു ഇൻട്രൊഡ്യൂസ് വൺ സെൽഫ് എന്ന് പറയാം. ഇവിടെ ഒരാൾ സ്വയം ചെയ്യുന്ന ഒരു ആക്ഷനെയാണ് ഇൻട്രൊഡ്യൂസ് എന്നുള്ള എന്ത് വേർബ് ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഈ സ്വയം ചെയ്യുന്ന ആക്ഷൻസിനെ ഡിനോട്ട് ചെയ്യുന്ന വേർബ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ജർമ്മനില്, റിഫ്ലെക്സീവ് വേർബൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ടു ബ്രഷ് എന്നുള്ള നോക്കാം. ടു ബ്രഷ് എന്നുള്ള നമുക്കറിയാം, വി ആർ ഡൂയിങ് ഇറ്റ് ആർ സെൽഫ് അല്ലെങ്കിൽ വൺ സെൽഫ്, ദാറ്റ് ആക്ഷൻ ഇസ് ഡൺ ബൈ വൺ സെൽഫ് അല്ലെ. ഇങ്ങനെ ടു ബ്രഷ്, ടു ബാത്ത്, ടു ഷവർ, ടു ഡ്രസ് അല്ലെങ്കിൽ ടു സിറ്റ് ഡൗൺ, ഇങ്ങനെയുള്ള കുറെ വേർബ്സ് ഉണ്ട്. ഈ ആക്ഷൻസ് ഒക്കെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഈ സ്വയം ചെയ്യുന്ന ഈ ആക്ഷൻസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലെക്സീവ് വേർബൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് വേർബിന് രണ്ട് പാർട്ട് ഉണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദിഷ് ഫോർസ്റ്റലൻ എല്ലാം എടുത്താൽ അത് രണ്ട് പാർട്ടുണ്ട്, ദിഷ് എന്ന പാർട്ടും
പോസ്റ്റലൻ എന്ന പാർട്ടും അല്ലെ. ഞാൻ പറഞ്ഞു പോസ്റ്റലൻ എന്നുള്ളതാണ് അതിലെ വേർബ്. ദിഷ് എന്നുള്ളത് അതിലെ റിഫ്ലെക്സീവ് പ്രോണോമൻ ആണ്. അല്ലെങ്കിൽ റിഫ്ലെക്സീവ് പ്രോണൗൺ ആണ്. ഓക്കെ, സോ ഒരു റിഫ്ലെക്സീവ് വേർബിന് രണ്ട് പാർട്സ് ഉണ്ടായിരിക്കും, റിഫ്ലെക്സീവ് പ്രോണൗണും റിഫ്ലെക്സീവ് വേർബ് പാർട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളൊരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോ റിഫ്ലെക്സീവ് പ്രോണൗൺ വരുമ്പോ ഓഫ്കോഴ്സ് നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിൻ്റെതായ രീതിയിൽ കേസസ് മാറ്റി കൊടുക്കണം. ദാറ്റ് ഈസ് റിഫ്ലെക്സീവ് പ്രോണൗൺ എന്താവാം, ഡയറക്റ്റ് ഒബ്ജക്റ്റും ആവാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആവാം. ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഏതാ കേസ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് അക്യൂസേറ്റീവ്. അക്യൂസാറ്റീവ്. ആൻഡ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്താ? ഇൻഡയറക്റ്റ് ഡാറ്റീവ് ആണ്. ഡാറ്റീവ്. ഈ റിഫ്ലെക്സീവ് പ്രോണോൺ എന്നുള്ളതിന് എന്തായി മാറാം, അക്യൂസാറ്റീവും ആവാം, ഡാറ്റീവും ആവാം. ഓക്കെ, റിഫ്ലെക്സീവ് പ്രോണോൺ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പെസോണാൽ പ്രോണോമൻ ഡാറ്റീവും അക്യൂസാറ്റീവും പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തായിരുന്നു അക്യൂസാറ്റീവില് എന്നുള്ളതിന് പറയുന്നത്? മിഷൻ. ആൻഡ് യു എന്നുള്ളതിന് ഡിഷ്. ഡിഷ്. ഇങ്ങനെ നമ്മൾ ഒരുപാട് പെസോണാൽ പ്രോണോമനും അക്യൂസാറ്റീവും ഡാറ്റീവും ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ സെയിം ചാർട്ടാണ് നമ്മുടെ റിഫ്ലെക്സീവ് പ്രോണോമനും വരുന്നത്. ഓക്കെ, സെയിം രീതിയിൽ തന്നെ. ഫോർ എക്സാമ്പിൾ, അക്യൂസാറ്റീവില് നമ്മൾ മൈസെൽഫ് എന്നുള്ളതിന് മിഷ് എന്ന് പറയും, ഡാറ്റീവില് മിയർ എന്നാവും അത്. ആൻഡ് ഡിഷ് എന്ന് പറയും അക്യൂസാറ്റീവില്, ഇത് ഡാറ്റീവിൽ എന്തായിട്ട് മാറും, ഡിയർ എന്നായിട്ട് മാറും. ഇനി ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ് എന്നുള്ളതിനൊക്കെ നമ്മൾ ദിഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ് എന്നുള്ളതിനൊക്കെ നമ്മൾ ദിഷ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ആ സെൽഫ് എന്നുള്ളതിന് ഡാറ്റീവിലും അക്യൂസാറ്റീവിലും ഉൻസ് തന്നെ. യോർ സെൽഫ് എന്നുള്ളതിന് ഓയിഷ്, ദംസെൽഫ് എന്നുള്ളതിന് ലിഷ്, യോർ സെൽഫ് നമ്മൾ ഇറ്റ് വിൽ ബി ദിഷ്. ഓക്കെ, നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ റിഫ്ലെക്സീവ് പ്രോണോമിന്റെ ചാർട്ട് വരുന്നത്. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു അക്യൂസാറ്റീവും ആവാം ഡാറ്റീവും ആവാം എന്നുള്ളതല്ല. ഓക്കെ, അത് നോക്കുന്നതിന് മുന്നേ റിഫ്ലെക്സീവ് പ്രോണോമിന്റെ പൊസിഷൻ ആണ് നമ്മൾ നോക്കുന്നത്. റിഫ്ലെക്സീവ് പ്രോണോമൻ, അതായത് ഈ വേർബിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ പൊസിഷൻ വരുന്നത് തേർഡ് പൊസിഷനിലാണ്. ഓക്കെ, ഫസ്റ്റ് പൊസിഷനിൽ സബ്ജക്ട്, സെക്കൻഡ് പൊസിഷനിൽ വേർബ്, ആൻഡ് തേർഡ് പൊസിഷനിൽ ആര് വരും, റിഫ്ലെക്സീവ് പ്രോണൗൺ വരും. ഇനി ഇതിനൊരു എക്സെപ്ഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, നമുക്കറിയാം സബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടേക്കാ ശരിക്കും നമ്മൾ പഠിച്ചത്? സബ്ജക്റ്റ് ഫസ്റ്റ് പൊസിഷൻ, ഫസ്റ്റ് അല്ലെങ്കിൽ തേർഡ് പൊസിഷൻ. ഫസ്റ്റ് ഓർ തേർഡ് പൊസിഷൻ എന്നുള്ളത്. ഈ റിഫ്ലെക്സീവ് പ്രോണോമൻ തേർഡ് പൊസിഷനിൽ വരുന്നതിന് ഒരു എക്സെപ്ഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, ചില സമയത്ത് നമുക്കറിയാം സബ്ജക്റ്റ് തേർഡ് പൊസിഷനിൽ വരും അല്ലെ. ഇങ്ങനെ തേർഡ് പൊസിഷനിൽ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ അതിന്റെ തൊട്ടടുത്തായിട്ട്, ദാറ്റ് ഈസ് ഫോർത്ത് പൊസിഷനിലാണ് ആരെ കൊടുക്കുന്നത്, റിഫ്ലെക്സീവ് പ്രോണൗണിന് കൊടുക്കുന്നത്. സോ ബേസിക്കലി റിഫ്ലെക്സീവ് പ്രോണൗണിന്റെ പൊസിഷൻ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ആണ്. ഇൻ കേസ് സബ്ജക്റ്റ് തേർഡ് പൊസിഷനിൽ വന്നാൽ ഫോർത്ത് പൊസിഷനിൽ നമ്മൾ എന്ത് കൊടുക്കും, റിഫ്ലെക്സീവ് പ്രോണൗൺ കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. റിഫ്ലെക്സീവ് പ്രോണൗൺ വെച്ചിട്ട് ടു ഇൻട്രൊഡ്യൂസ് എന്നുള്ളതിൽ നമ്മൾ ദിഷ് പോസ്റ്റലൻ എന്നുള്ളത് പറഞ്ഞു. ഐ ആം ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ് എന്നുള്ളതിന് നമ്മൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും. മൈസെൽഫ് എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ, മൈസെൽഫ് എന്ന് പറയുമ്പോൾ മിഷ്. മിഷ് എന്ന് പറയും. ഓക്കെ, ഇനി പോസ്റ്റലൻ എന്നുള്ള ദിഷിന്റെ കൂടെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ മിഷ് പോസ്റ്റലൻ ഇഷിന്റെ കൂടെ വരുമ്പോൾ പോസ്റ്റലൻ ഇസ് എ ട്രെൻഡ് ഭാരത്. സ്റ്റെല്ല് ലാസ്റ്റ് വരുമ്പോൾ ഫോർ. സ്റ്റെല്ല് സെക്കൻഡ് പൊസിഷനിൽ വരും, ഫോർ എവിടെ പോവും, എൻഡിൽ പോവും, ലാസ്റ്റ് പൊസിഷൻ. ആൻഡ് മിഷിന്റെ പൊസിഷൻ ഏതായിരിക്കും, തേർഡ്. സോ ഇറ്റ് വിൽ ബി ഇഷ് സ്റ്റെല്ല മിഷ് ഫോർ എന്ന് വരും. ഇഷ് സ്റ്റെല്ല മിഷ് ഫോർ. അടുത്തത് ടു ഷേവ് എന്നുള്ളത് നമ്മൾ ദിഷ് റാസിയറൻ എന്ന് പറയും. എക്സാമ്പിൾ വരുന്നത് ടോം ഷേവ്സ് ഹിംസെൽഫ് എവറി ഡേ. എവറി ഡേ എന്നുള്ളതിന് നമ്മൾ ഏഡൻ ടാഗ് എന്ന് പറയും. ആൻഡ് ഹിംസെൽഫ് എന്നുള്ളതിന് നമ്മൾ എന്തായിരുന്നു പറയുന്നത്, ഹിംസെൽഫ് ദിഷ് എന്ന് പറയും. ദിഷിന്റെ പൊസിഷൻ ഏതായിരിക്കും, തേർഡ്. തേർഡ് പൊസിഷൻ. സോ ഇറ്റ് വിൽ ബി ടോം റാസിയർഡ് ദിഷ് jeden Tag. ടോം റാസിയർഡ് ദിഷ് jeden Tag എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് I combed myself. I combed myself. To comb എന്നുള്ളത് നമ്മൾ ദിഷ് കേമൻ എന്ന് പറയും. ദിഷ് കേമൻ. മൈസെൽഫ് എന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത്, മിഷ്. മിഷ് എന്ന് പറയും. സോ ഇറ്റ് വിൽ ബി ഇഷ് കേമ മിഷ്. ഇഷ്
came a mish എന്ന് വരും. മിഷ്. നെക്സ്റ്റ് വൺ he catches a cold എന്നാണ്. ടു ക്യാച്ച് കോൾഡ് എന്നുള്ളത് നമ്മൾ ദിഷ് എർക്കേൽട്ടൻ എന്ന് പറയും. ദിഷ് എർക്കേൽട്ടൻ. ഇനി ഹിംസെൽഫ് എന്നിവിടെ ഉണ്ട്, ബട്ട് ഇവിടെ എന്താണത് ഹിഡൻ ആണ്. ചില സെന്റൻസിൽ ഹിഡൻ ആയിട്ടായിരിക്കും ഹിംസെൽഫ് കൊടുക്കുക, ബട്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം. എന്ത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന വേർബ് റിഫ്ലെക്സീവ് വേർബ് ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ റിഫ്ലെക്സീവ് പ്രോണൗൺ ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഓർത്ത് വെക്കണം. ഈ സെന്റൻസിൽ he catches a cold by himself എന്ന് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ബട്ട് ഇറ്റ് ഈസ് ഹിഡൻ. സോ എന്ത് വന്നാലും നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്യണം, ഹിംസെൽഫ് എന്നുള്ളത് അവിടെ ആഡ് ചെയ്യണം. ഓക്കെ, സോ ഹിംസെൽഫ് എന്നുള്ളത് നമ്മൾ എന്തായിരുന്നു പറയുന്നത്, ദിഷ് എന്ന് പറയും. ദിഷിന്റെ പൊസിഷൻ തേർഡ്. മേഡം അത് പിന്നെ ഹി വന്നോണ്ടാണോ അത്? നമ്മൾ പറഞ്ഞു ഒരാള് സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷൻ. ഓക്കെ, സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെ വിശദീകരിക്കുന്ന വേർബ്സ് ആണ് റിഫ്ലെക്സീവ് പ്രോണൗൺ. സോ ഹി, ഹിംസെൽഫ്, ഐ കോം മൈസെൽഫ്, ആ രീതിയിൽ വരും. So it will be erkältet sich. Erkältet sich എന്നുള്ള രീതിയിൽ വരും. ഈ ഇപ്പൊ ഞാൻ കാണിച്ച എല്ലാ എക്സാമ്പിൾസിലും നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് എന്ത്, റിഫ്ലെക്സീവ് പ്രോണോമൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് മാത്രം വരുമ്പം എങ്ങനെ റിഫ്ലെക്സീവ് പ്രോണോമൻ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടെ റിഫ്ലെക്സീവ് പ്രോണോമൻ പറഞ്ഞുതരാം. നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു ആക്ഷനെ വിശദീകരിക്കാനാണ് നമ്മൾ റിഫ്ലെക്സീവ് വേർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ഷൻസ് ഡൺ ബൈ വൺ സെൽഫ്. ഇങ്ങനെയുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഫ്ലെക്സീവ് വേർബൻ എന്ന് പറയുന്നത്. റിഫ്ലെക്സീവ് വേർബിന് രണ്ട് പാർട്ടാണ് വരുന്നത്, റിഫ്ലെക്സീവ് പ്രോണോമനും അതിന്റെ കൂടെ തന്നെ വേർബ് പാർട്ട്. ഈ റിഫ്ലെക്സീവ് പ്രോണോമൻ എന്താവാം, അക്യുസാറ്റീവും ആവാം, ഡാറ്റീവും ആവാം. ഡയറക്റ്റ് ആവാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ആവാം. പിന്നെ എങ്ങനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രോണോമൻ വരുന്നത് എന്നുള്ളത് നോക്കി. അക്യുസാറ്റീവ് മിഷ്, ഡാറ്റീവ് മ്യ, ഡിഷ്, ഡിയ, സിഷ്, സിഷ്, ഉൻസ്, ഓയിഷ്, സിഷ്, സിഷ്, ഈ രീതിയിൽ വരും. പിന്നെ നമ്മൾ നോക്കിയത് പൊസിഷൻ ഓഫ് ദിഷ് ആണ്. പൊസിഷൻ ഓഫ് ദിഷ് നമ്മൾ പറഞ്ഞു ഏതാ, തേർഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫോർത്ത് പൊസിഷൻ. ഫോർത്ത് പൊസിഷനിൽ എപ്പോഴാ വരിക, പൊസിഷനില് വരുവാണെങ്കിൽ സബ്ജക്ട് തേർഡ് പൊസിഷനിൽ വന്നാൽ, സബ്ജക്ട് തേർഡ് പൊസിഷനിൽ വന്നാൽ ദിഷിന്റെ പൊസിഷൻ എവിടെ ആവാം, ഫോർത്ത് പൊസിഷനിലേക്ക് മൂവ്. ഇങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ഭാഗം ക്ലിയർ ആണോ, ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്? And Neeraj, okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് let's do some exercise from this topic. Okay, before that we may have to discuss one more thing. Okay, ഇതും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്ത്, റിഫ്ലെക്സീവ് പ്രോണോമൻ ക്യാൻ ബി അക്യുസാറ്റീവ് ആൻഡ് ഡാറ്റീവ് എന്നുള്ളത് അല്ലെ. നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുന്നത് നമ്മൾ നോക്കും. ഇത് എപ്പോഴാണ് ഈ രണ്ടും വരുന്നത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് രണ്ട് ഒബ്ജക്റ്റ് ഒരു സെന്റൻസിൽ വന്നാൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ടു ഒബ്ജക്റ്റ് വിത്തൗട്ട് പ്രപ്പോസിഷൻ. നമ്മൾ ഏത് റൂളായിരുന്നു അപ്ലൈ ചെയ്യുന്നത്, ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വന്നു വിത്തൗട്ട് പ്രപ്പോസിഷൻ. അപ്പൊ അക്യുസാറ്റീവും ഡാറ്റീവും കണ്ടെത്താൻ നമ്മളൊരു റൂള് പഠിച്ചിരുന്നു. വാട്ട് വാസ് ഇറ്റ്? ഡാറ്റീവ് കഴിഞ്ഞ ഉടനെ പഠിച്ചതാണ്. ടു ഒബ്ജക്ട്സ് വിത്തൗട്ട് പ്രപ്പോസിഷൻസ്. നോക്കിക്കോളൂ, പെട്ടെന്ന് ഡാറ്റീവ് കഴിഞ്ഞ ഉടനെ പഠിച്ച നെക്സ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ഐ തിങ്ക് അലോങ് വിത്ത് ഡാറ്റീവ് ഓൺലി. വാട്ട് വാസ് ഇറ്റ്? ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് കിട്ടി നമുക്ക് വിത്തൗട്ട് പ്രപ്പോസിഷൻ. അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് അക്യുസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ എന്നുള്ള തീരുമാനിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡാറ്റീവും വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അക്യുസാറ്റീവുമായിട്ട് മാറും. ഏതായിരുന്നു അത്? ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യും, പെട്ടെന്ന് ഒന്ന് നോക്കൂ. എന്തായിരുന്നു? നീരജ്, വെൽഷ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ വെൽഷയുടെ പല സോർട്ട് പഠിച്ചിട്ടുണ്ട്, ബട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്കൊരു സെന്റൻസിലെ ഒബ്ജക്റ്റുകൾ ഡാറ്റീവ് ആണോ അക്യുസാറ്റീവ് ആണോ എന്നുള്ള മനസ്സിലാവാം. യെസ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കാം.
I comb my okay. Was wem, not was where, was wem regal. Okay, was wem regal. എന്തായിരുന്നു വാസ് എന്ന് ചോദിക്കുന്ന ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? അക്യൂസാറ്റീവ് ആണോ ഡാറ്റീവ് ആണോ? അക്യൂസേറ്റീവ്. ആൻഡ് വേം എന്ന് ചോദിക്കുന്നത് എന്തായിട്ട് മാറും? ദാറ്റീവ്. വെരി ഗുഡ്. അങ്ങനെ ആ രീതിയിൽ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെന്റൻസിൽ രണ്ട് ഒബ്ജക്റ്റ് വന്നു. ഈ രണ്ട് ഒബ്ജക്റ്റിൽ ഏതാണ് അക്യൂസാറ്റീവ് ഡാറ്റീവ് എന്ന് എങ്ങനെയാ മനസ്സിലാവുക എന്നുള്ള നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ വാസ് വെയിം റൂൾ തന്നെ. നമുക്കറിയാം വാസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് അക്യൂസാറ്റീവും വെയിം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. ടു കോംബ് എന്നുള്ളതിന് നമ്മൾ ദിഷ് കേമൻ എന്നുള്ള വേർബ് പഠിച്ചു. ദിഷ് കേമൻ ആൻഡ് ദിഷ് ഇസ് ദ റിഫ്ലെക്സീവ് പ്രോനോമൻ, കേമൻ ഇസ് ദി വേർബ് പാർട്ട്. സോ സെന്റൻസ് വരുന്നത് ഐ കോം മൈ ഹെയർ മൈ സെൽഫ്. ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ആരാണ്? നോമിനേറ്റീവ് ഐ. ഐ. ഇനി നമുക്ക് വരുന്ന രണ്ട് ഒബ്ജക്ട്സ് ഏതൊക്കെയാണ് അതിൽ? മൈസെൽഫ് വരുന്നുണ്ട്. മൈ ഹെയറും മൈസെൽഫും അല്ലെ? മൈ ഹെയറും മൈസെൽഫും. ഇവിടെ പ്രപ്പോസിഷൻ ഇല്ലാതെ രണ്ട് ഒബ്ജക്റ്റ് വന്നു. അപ്പൊ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? വാസ് വെയിം റീഗൾ അപ്ലൈ ചെയ്യാം. ഇതില് വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് എന്താണ്? എന്താണ് കോംപ് ചെയ്യുന്നത്? ഹെയർ. ഹെയർ. സോ അതെന്തായിട്ട് മാറും? വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് അക്യൂസാറ്റീവ് ആയിട്ട് മാറും. മൈ ഹെയർ എന്നുള്ളത് അപ്പൊ അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ആയി. ഇനി മൈസെൽഫ് എന്നുള്ളത് വെയിം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് എന്താണ്? ഇതിൽ ആരാണ് അതിന് ആൻസർ ചെയ്യുന്നത്? ടു ഹൂം ഓർ ഫോർ ഹൂം ഇസ് ദിസ് പേഴ്സൺ കോംപിങ്? മൈസെൽഫ് അല്ലെ? സോ മൈസെൽഫ് എന്നുള്ളത് എന്തായിട്ട് മാറും? മൈ ഹെയർ എന്നുള്ളത് അക്യൂസാറ്റീവ് ഒബ്ജക്റ്റും മൈസെൽഫ് എന്നുള്ളത് ഡാറ്റീവ് ഒബ്ജക്റ്റും ആയിട്ട് മാറും. സോ മൈസെൽഫ് എന്നുള്ളത് ഡാറ്റീവില് റിഫ്ലെക്സീവ് പ്രോനോമൻ എങ്ങനെയാ വരുന്നത്? മൈസെൽഫ് നിയർ എന്ന് വരും. നിയറിന്റെ പൊസിഷൻ വിൽ ബി തേർഡ് പൊസിഷൻ. ഹെയർ എന്നുള്ളത് നമ്മൾ ദാസ് ഹാർ എന്ന് പറയും. സോ അത് നോയത്രുമാണ്. അക്യൂസാറ്റീവിൽ നോയത്രുമിലെ ആർട്ടിക്കിളിന് ചേഞ്ച് അല്ല. സോ ഇറ്റ് വിൽ ബി മൈൻ ഹാർ. സോ ഇറ്റ് വിൽ ബി ഇഷ് കേമ മിയ മൈൻ ഹാർ. ഇഷ് കേമ മിയ മൈൻ ഹാർ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഏത് സെന്റൻസ് ആണെങ്കിലും മിയർ വരുന്നത് തേർഡ് പൊസിഷൻ അല്ലേ? ഏത് സെന്റൻസ് ആണെങ്കിലും ഞാൻ പറഞ്ഞു രണ്ട് പൊസിഷൻസ് ആണ് ഉള്ളത്, തേർഡും ഫോർത്തും. തേർഡ് പൊസിഷനിൽ വരാം നോർമൽ സെന്റൻസിൽ. ഫോർത്ത് പൊസിഷനിൽ റിഫ്ലെക്സീവ് പ്രോനോമൻ വരുന്നത് ഒരു എക്സെപ്ഷണൽ ആണ്. ദാറ്റ് ഇഷ് എന്നുള്ളത് ഇപ്പം ഈ സെന്റൻസിൽ ഇഷ് എന്നുള്ളത് തേർഡ് പൊസിഷനിൽ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മിയറിനെ നമ്മൾ ഫോർത്ത് പൊസിഷനിൽ ഇടും. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് ദിഷ് പുട്സൻ. ദിഷ് പുട്സൻ മീൻ ടു ക്ലീൻ. ക്ലീൻ എന്ന് വെച്ചാൽ റൂം ഒന്നും ക്ലീൻ ചെയ്യുന്നതല്ല, വൺ സെൽഫ് ബോഡി ക്ലീൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിഷ് പുട്സൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ വരുന്നത് ഐ ക്ലീൻഡ് മൈ ടീത്ത്. ഓക്കെ, ഇവിടെ ഓക്കെ ഐ ക്ലീൻഡ് മൈ ടീത്ത് എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരാള് ഹിഡൻ ആണ്. ഏത് വേർഡാണ് ഇവിടെ ഹിഡൻ? മൈസെൽഫ് ഹിഡൻ എന്ന് ഞാൻ പറഞ്ഞു. ചില സ്ഥലത്ത് ഈ വൺ സെൽഫ് എന്നുള്ളത് ഹിഡൻ ആയിരിക്കും ഇംഗ്ലീഷില്. ബട്ട് ഇൻ ജർമ്മൻ നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഈ വൺ സെൽഫ് ദാറ്റ് ഇസ് റിഫ്ലെക്സീവ് പ്രോനോമൻ എന്ത് വന്നാലും ചേർക്കണം. ഓക്കെ, സോ ഐ ക്ലീൻ മൈ ടീത്ത് എന്നുള്ളതാണ്. ഇവിടെ മൈസെൽഫും കൂടെ ഉണ്ട്. സോ നമ്മൾ അവിടെ എന്ത് അപ്ലൈ ചെയ്യും? വാസ് വെയിം റൂൾ അപ്ലൈ ചെയ്യും. വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ എന്താണ് ക്ലീൻ ചെയ്യുന്നത്? സോ അതെന്ത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും? അക്യൂസാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഇനി മൈസെൽഫ് ഹിഡൻ ആയിട്ട് ഒരാളുണ്ടെന്ന് പറഞ്ഞു. മൈസെൽഫ് വെയിം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ആരാണ്? ആരുടെ ടീത്ത് ആണ് ക്ലീൻ ചെയ്യുന്നത്?
myself, എന്റെ മൈസെൽഫ് അത് എന്ത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും? അത് dative ആയിട്ട്. ഡാറ്റീവ് ആയിട്ട് മാറും. ഡാറ്റീവില് മൈസെൽഫ് എങ്ങനെയാ പറയാ? near, നിയർ എന്ന് പറയും. നിയറിന്റെ പൊസിഷൻ third position. തേർഡ് പൊസിഷനിൽ വരും. ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ആരാണ്? ish, ഇഷ്. സോ നമ്മൾ അത് എഴുതുമ്പോൾ ഇറ്റ് വിൽ ബി ഇഷ് പുട്സ് മിയ മൈനൻ താൻ. ഇഷ് പുട്സ് മിയ മൈനൻ താൻ. ഇവിടെ താൻ എന്നുള്ളത് മാസ്കുലിൻ ആണ്. സോ അക്യുസാറ്റീവ് മാസ്കുലിൻ നമുക്കറിയാം ഇ എന്ന് വരും. ദാറ്റ്സ് വൈ ഇഷ് പുട്സ് മിയ മൈനൻ താൻ. ഓക്കെ. സോ റിഫ്ലെക്സീവ് വേർബിൽ രണ്ട് ഒബ്ജക്ട്സ് വിത്തൗട്ട് പ്രപ്പോസിഷൻ വന്നാൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ ഏത് റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? വാസ് സെയിം റീഗൽ. ഓക്കെ. reflexive. Okay. നമ്മൾ സെന്റൻസിൽ റിഫ്ലെക്സീവ് വേർബ് യൂസ് ചെയ്യുമ്പോൾ ടു ഒബ്ജക്ട് വിത്തൗട്ട് പ്രപ്പോസിഷൻ വന്നാൽ നമ്മൾ അവിടെ വാസ് സെയിം റീഗൽ അപ്ലൈ ചെയ്യും. ദാറ്റ് ഇസ് വാസ് എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് എന്ത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും? അക്യുസാറ്റീവ് ഒബ്ജക്റ്റും വേം എന്നുള്ളതിന് ആൻസർ ചെയ്യുന്നത് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഓക്കെ. Okay. സോ ഇത്ര പാർട്ട് ക്ലിയർ ആണോ? Next, next. നീരജ്, is it clear? Okay, then let's do some exercise from this. Okay. താഴെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഒന്ന് ചെയ്തോളൂ എല്ലാവരും.
മാഡം ആ ടേബിൾ ഒന്ന് കാണിക്കാമോ മാഡം? ഐ എം പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം എന്നാണ്. ഐ എം പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാം. സോ ഇവിടെ ടു പ്രിപ്പയർ എന്നുള്ളതിന് നമ്മൾ വിഷ് ഫോർ ബെറൈറ്റൻ എന്ന് പറയും. നമുക്കറിയാം ചില A1 ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആണ്. ചില വർക്ക്സിന്റെ കൂടെ ചില വേർബ്സിന്റെ കൂടെ പ്രപ്പോസിഷൻസ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ഫോർ എന്നുള്ളത് ടു പ്രിപ്പയർ ഫോർ എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ് വിഷ് ഫോർ ബെറൈറ്റൻ ഔഫ്. വിഷ് ഫോർ ബെറൈറ്റൻ ഔഫ്. സോ ഫോർ ദ എക്സാം എന്നുള്ളിടത്ത് ഔഫ് എന്നുള്ളതിന് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ഫോർ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഫോറിന് നമ്മൾ ഔഫ് എന്നുള്ള യൂസ് ചെയ്യും. Is it clear? ഫോർ ദ എക്സാം എന്നുള്ളിടത്ത് ഫോർ എന്നുള്ളതിന് നമ്മൾ ഔഫ് യൂസ് ചെയ്യും. ദാറ്റ്സ് വൈ വിഷ് ഫോർ ബെറൈറ്റൻ ഔഫ്.
Okay, guys, completed. Ranju, Neeraj completed. Yes, I completed, ma'am. Okay, let's discuss. Yeah, first one, Ranju. Ich wasche mir Haar jeden Tag. Ich wasche mir mein Haar jeden Tag. Very good. Second one, Neeraj. Ma'am, Mein Haar. mir Mir, mein Haar jeden Tag. Haar. Yeah, mein Haar. Okay. Neeraj, can you speak? Uns Interessen für die Geschichte. Noch einmal, once again. Uns Interessen für die Geschichte. Uns is the reflexive pronoun there. Where is the subject? Nominative അവിടെ അവിടെ ഹൈഡ് ആയിട്ടുള്ള ആ സെൽഫ് ഡിനോട്ട് ചെയ്യാനാണ് ഉൻസ് വരിക. ആൻഡ് ഉൻസിന്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞത് എവിടെയാണ്? ഉൻസിന്റെ പൊസിഷൻ തേർഡ്. അപ്പൊ തേർഡ് പൊസിഷനിൽ വരും. സബ്ജക്ട് ആരാണ് ഇവിടെ? സോ വി എവിടെ വരും? സ്റ്റാർട്ടിങ്. അപ്പൊ എങ്ങനെ വരും? Wir interessieren uns für uns für die Geschichte. Geschichte. Wir interessieren uns für die Geschichte. Next one, Ranju. Ich arbeite auf die Prüfung. One second. ഇവിടെ ഫോർ ബെറൈറ്റൻ എന്നുള്ളത് ത്രെൻബാര വേർബ് ആണ്. സോ ബെറൈറ്റൻ ആണ് അതിന്റെ സഫിക്സ്, ഫോർ ആണ് അതിന്റെ പ്രിഫിക്സ്. ഫോർ എവിടെ പോവും? എൻഡിൽ പോവും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഇഷ് ബെറൈറ്റ് മിഷ് ഓഫ് ദി പ്രൂഫും ഫോർ. ഇഷ് ബെറൈറ്റ് മിഷ് ഓഫ് ദി പ്രൂഫും ഫോർ എന്ന് വരും. ഓക്കെ മാം, രഞ്ജുയുടെ വോയിസ് ബ്രേക്ക് ആവുന്നു, ക്ലിയർ ആവുന്നില്ല. മാം, ഇഷ് ബിൻ എന്ന് വരുമോന്ന് ഞാൻ ചോദിച്ചേ. ഇഷ് ബിൻ വരേണ്ട ആവശ്യം എന്താണ്? പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. പ്രസന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈസ് ആം ആർ പ്ലസ് മെയിൻ വേർബ്. ഈസ് ആം ആർ റിമൂവ് ചെയ്യും. ഡൗട്ട് ചോദിച്ചെന്നല്ലോ. ഞാൻ പറഞ്ഞതാണ്. സോ ഇഷ് ബെറൈറ്റ് മിഷ് ഓഫ് ദി പ്രൂഫും ഫോർ. ഓക്കെ. നെക്സ്റ്റ് വൺ, നീരജ്. Ich fühle mich müde. Once again, noch einmal. Ich fühle Am I audible? Yeah. നീരജ് ഒന്നുകൂടെ ഒന്ന് പറയൂ. Ich fühle mich müde. Ich fühle mich müde. Why mir? Ich fühle mich müde. The accusative. Okay. Next one, Ranju. Lara möchtest mir schminken. Mir ആണ് mich schminken. Once again. തെറ്റാന്ന് തോന്നുന്നു മേഡം. ലാറ മോയിസ്റ്റസ് mich schminken. Okay. So ഇവിടെ വന്നൊരു തെറ്റ്. ഫസ്റ്റ് തെറ്റ്. മ്യോസ്റ്റന്റെ മീനിങ് എന്താണ്? To want ആണോ? No. ലൈക്ക് ആണോ? ലൈക്ക് അല്ല മേഡം, വുഡ് ലൈക്ക് ആണ്. മ്യോഗനാണ് ലൈക്ക്. ഓക്കെ, വുഡ് ലൈക്ക്. പിന്നെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒരു ആക്ഷൻ നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? മ്യോഗനാണോ ഗേൻ ആണോ? അപ്പൊ ഇവിടെ ഒരു ആക്ഷൻ ആണ്. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പുട്ട് ഓൺ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ആക്ഷൻ. ഒരു ആക്ഷൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഗേൻ ആണ് യൂസ് ചെയ്യുക, നോട്ട് മ്യോഗൻ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ലാറ schminkt sich gern. ലാറ schminkt sich gern എന്ന് വരും. ലാറ schminkt sich gern. അതെപ്പോഴും ഓർത്ത് വെക്കുക. ഒരു ആക്ഷൻ നമുക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഗേൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ,
നേരെ തിരിച്ച് നമുക്കൊരു ഫുഡ് ഇഷ്ടമാണ്, ഒരു ഒബ്ജക്റ്റ് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും, അല്ല ഒരു കാർ ഇഷ്ടമാണ്, അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യാം? മ്യോഗനാണ് യൂസ് ചെയ്യാം. Okay. നെക്സ്റ്റ് വൺ, നീരജ്. എഴുതിയിട്ടില്ല അത് മൂന്ന് ലാസ്റ്റ് മൂന്ന് ഓക്കെ, ലാസ്റ്റ് നീരജ്. രണ്ട്. സോറി, രഞ്ജു. Du hast sich bewegen jeden Tag. ഓക്കെ, അവിടെ വന്ന ഫസ്റ്റ് മിസ്റ്റേക്ക്, ഹാവ് ടു അല്ലെങ്കിൽ മസ്റ്റ് എന്നുള്ളതിന് നമ്മളൊരു മൊഡാൽ വെർബ് ആണ് യൂസ് ചെയ്യുക. ഏതാണ് യൂസ് ചെയ്യാറ്? ഹാവ് ടു അല്ലെങ്കിൽ മസ്റ്റ്. മ്യൂസ് ഏതായിരുന്നു? Musen. മ്യൂസൺ യൂസ് ചെയ്യും. സോ ഇവിടെ നമ്മൾ മ്യൂസൺ ആണ് മൊഡാൽ വെർബ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ ദു മുസ്റ്റ് എന്ന് വരും, ദു മുസ്റ്റ് എന്ന് വരും. പിന്നെ ഓക്കെ, ആ പാർട്ട് അവിടെ നിൽക്കട്ടെ. മൊഡാൽ വെർബിന്റെ കൂടെ മെയിൻ വെർബ് വരുമ്പോ മെയിൻ വെർബിന്റെ പൊസിഷൻ, എൻഡിങ്ങിൽ അപ്പൊ ബെവേഗന്റെ പൊസിഷൻ എവിടെയായിരിക്കും? End. തേർഡ് അല്ല ഫോർത്ത് വരും. ലാസ്റ്റ് പൊസിഷൻ, എക്സ്ട്രീം എൻഡ് അല്ലെ? Okay. ഏത് ഫോമിലാ പോവുക മെയിൻ വെർബ്? നോർമൽ ഇൻഫിനിറ്റീവ് ഫോമിൽ. ഇൻഫിനിറ്റീവ് ഫോം. Infinitive. So it will be du musst dich jeden Tag bewegen. Du musst dich jeden Tag bewegen. നമ്മൾ മിസ്സൺ കോൺജുഗേറ്റ് ചെയ്യും സെക്കൻഡ് പൊസിഷനിൽ, ഡിഷ് തേർഡ് പൊസിഷനിൽ വരും, ആൻഡ് ബെവേഗൻ എവിടെ പോകും? എൻഡില് ഇൻഫിനിറ്റീവ് ഫോമിൽ പോകും. ഓക്കെ, ലാസ്റ്റ് വണ്ണും കൂടെ പറഞ്ഞോളൂ രഞ്ജു. Meine Mutter mir entspannen. മൈ മദർ റിലാക്സസ്, മൈസെൽഫ് ആണോ വരിക? മൈ മദർ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റിഫ്ലെക്സീവ് പ്രോണൗൺ ഏതായിരിക്കും? മിഷ് ആണോ വരിക? ഇംഗ്ലീഷിൽ ഏതാ നമ്മൾ യൂസ് ചെയ്യുക? മൈ മദർ എന്നുള്ളതിന് പിന്നെ നമ്മൾ ഏത് പ്രോണൗൺ വെച്ചിട്ടാണ് പറയാ? മദർ ആണ് റിലാക്സ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ അവിടെ മൈസെൽഫ് എന്നാണോ പറയാ? മൈ മദർ റിലാക്സസ് മൈസെൽഫ് എന്നാണോ പറയാ? ഹേർ സെൽഫ് എന്നാണ് പറയാ അല്ലെ? മൈ മദർ റിലാക്സസ് ഹേർ സെൽഫ്. ഹേർ സെൽഫ് എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? റിഷ് എന്ന് പറയും. റിഷിന്റെ പൊസിഷൻ ഏതാണ്? Third position. Yeah, so it will be meine Mutter entspannt sich. Meine Mutter entspannt sich എന്ന് വരും. Clear ആയോ? ഫോർത്ത് ആയില്ല, ഏതായിരുന്നു? ഫോർത്ത് പൊസിഷനല്ല വന്ന. No, meine Mutter is single. There എന്നുള്ളത് ഒറ്റ ഒബ്ജക്റ്റ് അല്ലേ? meine Mutter entspannt sich. Third position. ഓക്കെ ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഒന്നുകൂടെ പറഞ്ഞായിരുന്നു. ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. ഞാൻ നിങ്ങൾക്കൊരു ചാർട്ട് അയച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഗ്രൂപ്പിൽ ലാസ്റ്റ് അയച്ച ചാർട്ട് ഓപ്പൺ ചെയ്യൂ. യെസ്, ഓപ്പൺ ചെയ്തിട്ടൊന്ന് പറയാം. ഇപ്പൊ അയച്ചല്ലോ മാഡം? റിഫ്ലെക്സീവ് വെർബ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് അയച്ചിട്ടുണ്ട്. ചെയ്തു. ഓക്കെ, അതിന് ഏതെങ്കിലും ഒരു 3 വേർബ് സെലക്ട് ചെയ്യുക, സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നൗ ഇറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ 3 രണ്ടുമ്പോൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. യു ഹാവ് 5 minutes. പെട്ടെന്ന് ചെയ്യും.
Okay, guys, completed? Done? Hmm. Let's see once Yes, again. One second. Yeah, Ranju, പറഞ്ഞോളൂ. Ich wünsche mich die Gemüse. One second. Ich wünsche mich die ഞാൻ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് ഞാനൊന്ന് ഓക്കെ. പറഞ്ഞോളൂ. Ich wünsche mich die Gemüse. Ich wünsche sich എന്തായിരുന്നു once again? Sich Ich wünschen അല്ല wünsche verb. Okay. Ich wünsche mich die Gemüse. I wish myself the vegetables. I wish and I want myself the vegetables. എന്തായിരുന്നു? Ma'am, wünsche the I wash ന്റെ ആണ് പറഞ്ഞത്. Okay, ich wasche. Wash. Okay, ich waschen. Okay, sorry. Ich waschen. Okay. Ich wasche. Okay, very good. That's correct. Ich wasche mich Mich die Gemüse. Gemüse. Right. Next one. Next one ഞാനാണ് പറയുന്നത്. ഇയാൾ മൂന്നും പറഞ്ഞോളൂ, എന്നിട്ട് ഞാൻ നീരജിനെ ചോദിക്കാം. Okay. Wir putzen uns das Badezimmer. Wir putzen uns das Badezimmer. Badezimmer. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു പുട്സന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡി ക്ലീൻ ചെയ്യുന്നതിനാണ്. ഓക്കെ, നോട്ട് റൂമും കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്നതിനല്ല, ബോഡി ക്ലീൻ ചെയ്യുന്നതിനാണ്. ഓക്കെ, സോ ഇറ്റ്സ് ഫൈൻ ആസ് ഓഫ് നൗ. റൂം ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ ഔഫ്രോയ്മൻ ആണ് യൂസ് ചെയ്യുക. ഔഫ്രോയ്മൻ. വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ ഔഫ്രോയ്മൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ. Ich gerne mich gedulden. What is that? I didn't got that. To be patient. I like to be patient. What? എന്തായിരുന്നു? Yes, I like to be patient. I like to be patient. ഇവിടെ ഇവിടെ പേഷ്യന്റ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ് ഈ സെന്റൻസിൽ. സ്റ്റിൽ ഇയാൾക്കത് വേർബായി യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ആദ്യം എഴുതിയത്, അത് കഴിഞ്ഞിട്ട് പിന്നെ പൊസിഷൻ എപ്പോഴും മൈൻഡിൽ വെക്കണം. ഓക്കെ, മിഷിന്റെ പൊസിഷൻ അങ്ങനെ വന്ന് അത് ഗേൺ അവിടെ രണ്ടാമത് വരാൻ. രണ്ടാമത് എങ്ങനെ വരും? വേർബിന്റെ പൊസിഷൻ മാറാറുണ്ടോ? Verb will be always in third position. Sorry, second position. And reflexive pronoun in third position. Okay. Thank you. Yeah. Now Arshad. Arshad illalla madam. Sorry, not Arshad. Neeraj. Ich bade mich jeden Tag. Ich bade. This baden ആണോ? Ich. This baden ആണോ യൂസ് ചെയ്തത്? To bath? അതെ. Okay. Ich bade mich jeden Tag. Very good. Next one. Ich brühe mich. മനസ്സിലായില്ല അങ്ങനെ. One second. ഔസ്രൂഹൻ ആണോ യൂസ് ചെയ്തത്? അല്ല, ബ്രൂഹിഗെ എന്ന് പറഞ്ഞിട്ടൊന്നും. അത്രേ ഉള്ളൂ. Okay, fine. Next one. Ich beschäftige mich Deutsch lernen. Beschäftigen. Beschäftigen mich Deutsch lernen.
ആ സെന്റൻസ് വരുമ്പോ ഇങ്ങനെയാണ് വരേണ്ടത്. ഇഷ് ലെമൺ, ഈ രീതിയിലാണ് സെന്റൻസ് വരേണ്ടത്. ബട്ട് നിങ്ങൾ ഈ സൂ പ്ലസ് ഇൻഫിനിറ്റീവ് പഠിക്കാത്തതുകൊണ്ട് ലീവ് ദാറ്റ്. ഓക്കെ, Okay. ബിക്കോസ് രണ്ട് വേർബ് വന്നു അവിടെ. ബെഷേഫ്റ്റിക്കനും വന്നു, ലേണനും വന്നു. നമ്മൾ ഡിഫറെന്റ് കേസാണ് യൂസ് ചെയ്യുന്നത്. Okay. Yeah, that one is correct, Renju. താങ്ക് യു മാം. Okay, so ഈ പാർട്ട് ക്ലിയർ ആയിട്ടുണ്ടോ എല്ലാവർക്കും? യെസ് അവിടെ വന്നൊരു ചെറിയ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ രഞ്ജു, മുണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ വാസ്വേം റൂൾ അപ്ലൈ ചെയ്യണം. മിയർ എന്നായിട്ട് മാറും. ദേർ മുണ്ടാണ്, ദേർ മുണ്ട് എന്നാണ് പറയാ. സോ ഇഷ് ദേറാണോ അവിടെ? ഇഷ് മിയ ദേർ മുണ്ട്. Okay. ഓക്കെ. സോ ക്ലിയർ ആണോ നീരജ് ആൻഡ് രഞ്ജു? യെസ് മാഡം, ക്ലിയർ ഒരു ആണ്. ഡൗട്ട്, ഏതാണ്ടാകും പിന്നെ ടാഗ്ലിഷ് എപ്പോഴാണ് യൂസ് ചെയ്യണത്? ഇപ്പൊ ഡിക്ഷണറിയിൽ എവർഡേന് എപ്പോ വേണേലും അത് യൂസ് ചെയ്യാം, അക്കോർഡിംഗ് ടു യു. ഓക്കെ. ഓക്കെ, സോ നീരജ് എന്നെ മാഡം ചോദിച്ചു. നീരജ് എന്നെ ചോദിച്ചു. നീരജ് ചോദിച്ചത് ഏഡൻ ടാഗ്, എവറിഡേ എന്നുള്ളത് നമുക്ക് ഏഡൻ ടാഗും ഓക്കെ ഇംഗ്ലീഷും യൂസ് ചെയ്യാം. ഓക്കെ, അത് എപ്പോഴാണ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അതിനങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് അക്കോർഡിംഗ് ടു ഇത് വേണം യൂസ് ചെയ്യണം, അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ മാം, പിന്നെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇപ്പൊ ബോഡി മീൻസ് ബോഡി പാർട്സ് എല്ലാം ക്ലീൻ ചെയ്യുമ്പം നമ്മൾ ആ പുസ് മിയർ ഉള്ളത് ആർട്ടിക്കിൾ വെച്ചിട്ട് എഴുതിയാൽ മതിയില്ലേ? ബാക്കിയല്ല മിയർ ആണോ എല്ലാത്തിനും? എല്ലാത്തിനും മിയർ ആവില്ല. ഈ സെന്റൻസ് എങ്ങനെയാന്ന് വിചാരിക്കുക, ഐ ക്ലീൻ മൈ സെൽഫ്, അങ്ങനെ മാത്രമാകുമ്പോ ഇറ്റ് വിൽ ബി മിഷ് ഓൺലി. ബട്ട് അവിടെ വേറൊരു ഒബ്ജക്റ്റും കൂടെ വരുമ്പോ മിയർ ആവും. ഓക്കെ, മിയർ ആവും. ആൻഡ് വാട്ട് സോ നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും ഈ വീക്കും നെക്സ്റ്റ് വീക്കും. പിന്നെ നമുക്ക് ടോട്ടൽ ഉള്ളത് 27 സെഷൻസ് ആണ്. ഓക്കെ, ഏറ്റവും ടോട്ടൽ 27 സെഷൻസ് ആണ്. ഇന്ന് നമ്മുടെ 21st സെഷൻ ആണ്. സോ ബൈ നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 3rd വീക്ക് ഓഫ് ഫെബ് ആകുമ്പോഴേക്ക് നമ്മുടെ ഏറ്റു കഴിയുന്നുണ്ടാവും. ഓക്കെ, സോ എല്ലാം നന്നായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇടയിൽ ഞാൻ എക്സാംസ് ഇടാൻ ട്രൈ ചെയ്യാം. ടെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനിയുള്ള ക്ലാസ്സുകൾ എന്തായാലും അറ്റൻഡ് ചെയ്യുക, ഡോണ്ട് മിസ്. ബിക്കോസ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഹോംവർക്ക് ഞാൻ അയക്കാം. ഹോംവർക്കും ചെയ്ത് സബ്മിറ്റ് ചെയ്യുക കറക്റ്റ് ആയിട്ട്. ഓക്കെ ദെൻ, സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. Yeah, choose. താങ്ക് യു. Yeah, choose.